ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് തിരുനാളിൻ്റെ 40-ാം ദിവസം തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആചരിക്കുകയാണ്. ഉയർച്ച, കരേറ്റം എന്നൊക്കെ അർത്ഥം വരുന്ന സുലാഖ എന്നാണ് പൗരസ്ത്യ സുറിയാനിയിൽ സ്വർഗാരോഹണ തിരുനാൾ അറിയപ്പെടുന്നത്. മിശിഹ സംഭവങ്ങളുടെ മുഴുവനും പരിസമാപ്തിയായിട്ടാണ് ക്രൈസ്തവ ദൈവശാസ്ത്രം സ്വർഗാരോഹണത്തെ മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. സഭാപിതാവായ വിശുദ്ധ അത്തനേഷ്യസിൻ്റെ മനോഹരമായ ഒരു വാചകമുണ്ട്. മിശിഹ സ്വർഗാരോഹണത്തിലൂടെ മനുഷ്യപ്രകൃതിയെ സ്വർഗത്തിൽ പ്രതിഷ്ഠിച്ചു. അവനിലൂടെ മനുഷ്യത്വം നിത്യതയിലേക്ക് പ്രവേശിച്ചു. പൗരസ്ത്യ സുറിയാനി സഭാപിതാവായ മാർ അഫ്രേം അദ്ദേഹത്തിൻ്റെ പുനരുദ്ധാന ഗീതങ്ങളിൽ ഇങ്ങനെ ആലപിക്കുകയാണ്: നമ്മുടെ ദരിദ്രമായ മനുഷ്യപ്രകൃതിയെ മിശിഹ സ്വർഗസിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചു. ദൈവം മനുഷ്യത്വത്തെ ഒരു വസ്ത്രം പോലെ ധരിക്കുകയും അതിനെ സ്വർഗത്തിൽ കൊണ്ടുചെന്ന് ആദരിക്കുകയും ചെയ്തു. സ്വർഗാരോഹണ തിരുനാൾ മനുഷ്യത്വത്തിന് ലഭിക്കുന്ന അതിൻ്റെ പരമമായ സാധ്യതകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ്. നസ്രത്തിലെ ഈശോ എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സ്വർഗാരോഹണത്തിന്റെ ദൈവശാസ്ത്രം വളരെ മനോഹരമായി ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. മിശിഹായുടെ സ്വർഗാരോഹണത്തെ ഭൗമികമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ ഒരു യാത്ര എന്ന അർത്ഥത്തിലല്ല നാം മനസ്സിലാക്കേണ്ടത്. മറിച്ച് അതൊരു ദൈവശാസ്ത്രപരമായ വിഷയമാണ്. യേശു ലോകത്തിൽ നിന്ന് അകറ്റപ്പെട്ടു എന്ന രീതിയിലല്ല, മറിച്ച് മനുഷ്യപ്രകൃതി നിത്യതയിലേക്ക് പ്രവേശിച്ചു എന്ന അർത്ഥത്തിലാണ് സ്വർഗാരോഹണത്തെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വർഗാരോഹണത്തിലൂടെ ഈശോ ലോകത്തിൽ നിന്നും ശിഷ്യരുടെ കൂട്ടായ്മയിൽ നിന്നും സഭയിൽ നിന്നും അകന്നു പോവുകയല്ല. മാർ അഫ്രേം ഇങ്ങനെ പറയുന്നു: അവൻ ദൃശ്യനായി തന്നെ സ്വർഗത്തിലേക്ക് കരേറി, എന്നാൽ അദൃശ്യനായി നമ്മുടെ കൂടെ വസിക്കുന്നു, അവന്റെ സഭയിൽ വസിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസിന്റെ മനോഹരമായ മറ്റൊരു വാചകം ഇങ്ങനെയുണ്ട്: അവൻ സ്വർഗത്തിലേക്ക് കരയേറിയപ്പോഴും നാം ഇപ്പോഴും ഭൂമിയിലാണ്, എന്നാൽ ശിരസായ അവനിലൂടെ നാം സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ സ്വർഗാരോഹണത്തിലൂടെ മിശിഹ ഭൂമിയിൽ നിന്നോ സഭയിൽ നിന്നോ അകറ്റപ്പെടുകയല്ല, അവൻ കൂടുതൽ സ്ഥലകാല പരിമിതികൾക്ക് അതീതനായി അവന്റെ സഭയിൽ ശിഷ്യരുടെ ഇടയിൽ സജീവനാവുകയാണ് ചെയ്യുന്നത്. കൂദാശകളിലൂടെ അവന്റെ സജീവ സാന്നിധ്യം അവൻ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. സുവിശേഷ വിവരണങ്ങളിൽ 3 ഭാഗങ്ങളിലാണ് പുതിയ നിയമത്തിൽ സ്വർഗാരോഹണത്തിന്റെ വിവരണങ്ങൾ നമ്മൾ വായിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-19 വചനത്തിലും, ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 50-51 വചനങ്ങളിലും, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലുമാണ് സ്വർഗാരോഹണത്തിന്റെ വിവരണം നാം കാണുന്നത്. വളരെ മനോഹരവും ആഴവുമായ ചില ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ ഈ പുതിയ നിയമ വിവരണങ്ങൾ ഉൾച്ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവയിൽ നിന്ന് പൊതുവായി ഉരുത്തിരിയുന്ന ചില വ്യാഖ്യാന സാധ്യതകളുണ്ട്. അതിലാദ്യത്തേത്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്: സ്വർഗാരോഹണത്തിൽ ഇടയിൽ ഒരു മേഘം വന്ന് യേശുവിനെ ശിഷ്യരിൽ നിന്ന് മറച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ മേഘത്തിന്റെ സാന്നിധ്യം വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ദൈവമഹത്വത്തിന്റെയും ദൈവസാന്നിധ്യത്തിന്റെയും സവിശേഷമായ അടയാളമാണ്. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിലൂടെ നടന്നപ്പോൾ മേഘത്തൂണായാണ് ദൈവസാന്നിധ്യം അവരുടെ കൂടെ സഞ്ചരിച്ചത്. അവർ സമാഗമ കൂടാരം നിർമ്മിച്ചപ്പോഴും മേഘത്തിലാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നത്. മോശയോട് സിനായി മലയിൽ വെച്ച് ദൈവം മുഖാമുഖം സംസാരിച്ചുവെന്ന് രേഖപ്പെടുത്തുമ്പോഴും ന്യായപ്രമാണങ്ങൾ മോശയ്ക്ക് നൽകിയെന്ന് രേഖപ്പെടുത്തുമ്പോഴും എല്ലാം മേഘത്തിന്റെ രൂപത്തിലാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത്. സോളമൻ ആദ്യ ദേവാലയം പണിയുന്നിടത്തും ദൈവമഹത്വത്തിന്റെ ഷെക്കൈന സാന്നിധ്യത്തിന്റെ അടയാളമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മേഘത്തിന്റെ സാന്നിധ്യമാണ്. യേശുവിന്റെ രൂപാന്തരീകരണ സമയത്തും ഈ മേഘ സാന്നിധ്യത്തെ സുവിശേഷകന്മാർ കൃത്യതയോടെ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ
സ്വർഗാരോഹണ സമയത്തെ മേഘത്തിന്റെ സാന്നിധ്യത്തിന്റെ വിവരണം എന്ന് പറയുന്നത് യേശു ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു, ദൈവിക തേജസ്സിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രീകരണമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, മർക്കോസിന്റെ സുവിശേഷത്തിലും അതുപോലെ തന്നെ ഹെബ്രായ ലേഖനത്തിന്റെ 10:12 നമ്മൾ വായിക്കുകയാണ്, മിശിഹ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ഹെബ്രായ ലേഖനം 10:12 പറയുകയാണ്, പാപങ്ങൾക്ക് വേണ്ടിയുള്ള എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞ് അവൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു. ദൈവത്തിന്റെ വലതുഭാഗത്തുള്ള മിശിഹായുടെ ഈ ഒരു ഇരിപ്പിനെ കുറിച്ച് ആഴമുള്ള ചില ദൈവശാസ്ത്ര ചിന്തകൾ മനസ്സിലാക്കാനുണ്ട്. ഇതിൽ ആദ്യത്തേത്, പിതാവായ ദൈവത്തിന്റെ അധികാരത്തിലുള്ള പുത്രന്റെ പങ്കാളിത്തത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അനുസരണം വഴി സഹനമരണങ്ങളിലൂടെ എല്ലാം കടന്നുപോയി മനുഷ്യരക്ഷ സാധ്യമാക്കിയ പുത്രനെ പിതാവ് തൻ്റെ അധികാരത്തിൽ പങ്കാളിയാക്കി ആദരിക്കുന്നതിൻ്റെ മനോഹരമായൊരു ചിത്രമാണ്. പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ചിത്രീകരണമാണ്. മത്തായിയുടെ സുവിശേഷം 28:18 ഉദ്ധിതനായ ഈശോ ശിഷ്യരെ സമീപിച്ചവരോട് പറയുന്നു, ഇതാ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മിശിഹായ്ക്ക് ലഭിച്ച സകല ദൈവിക അധികാരങ്ങളുടെയും സൂചനയായിട്ടാണ് വലതുഭാഗത്തുള്ള അവന്റെ ഇരിപ്പിനെ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത്. രണ്ടാമത്, വലതുവശത്തുള്ള ഈശോയുടെ സ്ഥാനത്തെക്കുറിച്ച് മിശിഹായുടെ പൗരോഹിത്യ മധ്യസ്ഥതയുടെ അടയാളമായിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. പിതാവിന്റെ സന്നിധിയിൽ നമുക്കായി അവൻ ഇപ്പോഴും മധ്യസ്ഥത വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് വളരെ മനോഹരമായി മിശിഹായുടെ പൗരോഹിത്യ മധ്യസ്ഥതയെ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. മിശിഹ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥത വഹിക്കുന്നത് വാക്കുകൾ കൊണ്ട് എന്നതിനേക്കാൾ അപ്പുറം തൻ്റെ മനുഷ്യപ്രകൃതി പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണ്. മനുഷ്യനു വേണ്ടി മുറിവേറ്റ തൻ്റെ ശരീരം തുറന്നു കാട്ടിക്കൊണ്ട് അവൻ പിതാവിൻ്റെ മുമ്പിൽ ദൈവ കരുണ യാചിക്കുകയാണ്. അപ്പോൾ മിശിഹായുടെ അധികാരത്തിലുള്ള ദൈവത്തിൻ്റെ അധികാരത്തിലുള്ള പങ്കാളിത്തത്തെയും അവൻ്റെ പൗരോഹിത്യ മാധ്യസ്ഥതയെയും വ്യക്തമാക്കുന്ന മനോഹരമായ ഒരു ചിത്രീകരണമാണ് അവൻ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, സ്വർഗാരോഹണ തിരുനാൾ ചില ദൗത്യങ്ങൾ നമ്മളെ ഭരമേൽപ്പിക്കുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ മിശിഹായുടെ സ്വർഗാരോഹണത്തിന് സാക്ഷികളായ 11 പേരുടെ മുമ്പിലേക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലയോ ഗലീലിക്കാരായ മനുഷ്യരെ, നിങ്ങൾ എന്തിനാണ് ആകാശങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ട യേശു ഈ പോയതുപോലെ തന്നെ ഇറങ്ങി വരും. മഹത്വത്തിലേക്ക് കരയേറിയതുപോലെ തന്നെ മഹത്വപൂർണനായി അവൻ തിരികെ വരുന്ന ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം. ഈ ലോകത്തിനപ്പുറമുള്ള മനുഷ്യജീവിതത്തിന്റെ സാധ്യതകളെക്കുറിച്ച്, ദൈവം മഹത്വത്തിൽ പങ്കുചേരാനുള്ള മനുഷ്യാസ്തിത്വത്തിന്റെ അപാരമായ സാധ്യതയും ലക്ഷ്യത്തെയും കുറിച്ച് ഈ ലോകത്തോട് പ്രഘോഷിക്കാനും അതിനുള്ള ഏക വഴി നസ്രായനായ ഈശോയിൽ വിശ്വസിച്ച് അവന്റെ സഭയിൽ പങ്കുചേരുകയാണെന്നുമുള്ള സദ്വാർത്ത ലോകത്തോട് പറയുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ദൗത്യമെന്ന് പറയുന്നത്. സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുകയല്ല, ഭൂമിയിൽ അവന്റെ സാക്ഷികളാവുകയാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് സ്വർഗാരോഹണം ഭരമേൽപ്പിക്കുന്ന ഏറ്റവും വലിയ നിയോഗങ്ങളിലൊന്ന് അവന്റെ സാക്ഷികളാവുക എന്നുള്ളതാണ്. അവന്റെ വരവിന് വേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കുക എന്നുള്ള ദൗത്യമാണ് ഈ ഭൂമിയിൽ നമുക്ക് നിർവഹിക്കാനുള്ളത്. കൈകൾ ഉയർത്തി തൻ്റെ ശിഷ്യരെ ആശീർവദിച്ചുകൊണ്ടാണ് യേശു സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടതായിട്ട് ലൂക്കാസ് സുവിശേഷകൻ ചിത്രീകരിക്കുന്നു. ആശീർവദിക്കാൻ ഉയർത്തിയ കർത്താവിന്റെ കരങ്ങൾ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2000-ൽ പരം വർഷങ്ങളായിട്ട് ഭീകരമായ പീഡനങ്ങളെയും പലതരത്തിലുള്ള ക്ലേശങ്ങളെയും എതിർപ്പുകളെയും നേരിടേണ്ടി വന്നിട്ടും അവന്റെ സുവിശേഷത്തിന് ഇന്നോളം വിലങ്ങു വയ്ക്കാൻ ആർക്കും കഴിയാതെ പോയതിന്റെ കാരണം സുവിശേഷം പ്രസംഗിക്കുന്ന തൻ്റെ ശിഷ്യരുടെ മേൽ ഉയർത്തിയ അവന്റെ ആശീർവാദത്തിന്റെ കരങ്ങൾ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഭരണകൂടങ്ങളോ അധികാര കേന്ദ്രങ്ങളോ ആധിപത്യങ്ങളോ പ്രഭുത്വങ്ങളോ മാനുഷികമായ പ്രസ്ഥാനങ്ങളോ അത് ഭാഷയ്ക്കും ദേശത്തിനും കാലത്തിനും അതീതമായി ഏതേത് രൂപത്തിലോ ഭാവത്തിലോ വന്നാലും
അവയ്ക്കൊന്നിനും സുവിശേഷം പ്രസംഗിക്കാനുള്ള നമ്മുടെ ദൗത്യത്തിൽ നിന്ന് അവൻ്റെ സഭയെ തടയാൻ കഴിയില്ലാത്തതിൻ്റെ കാരണം ആശീർവദിക്കാൻ ഉയർത്തിയ അവൻ്റെ കരങ്ങൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. ആ പ്രത്യാശയിൽ ഈ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഭൂമിയിൽ അവൻ്റെ സാക്ഷികളാവുകയെന്നുള്ള നമ്മുടെ ദൗത്യം നിറവേറ്റാം. പൗരസ്ത്യ സഭാപിതാവായ മാർ അഫ്രൈം പറയുന്നു, അവൻ ദൃശ്യനായി സ്വർഗത്തിലേക്ക് കരേറി, എന്നാൽ അദൃശ്യനായി അവൻ്റെ സഭയിൽ വസിക്കുന്നു. മിശിഹ അവൻ്റെ സഭയിൽ സജീവനായി വസിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പുള്ള പ്രത്യാശയാവട്ടെ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും സ്വർഗാരോഹണ തിരുനാളിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.